ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനുള്ളതും പാപങ്ങളെ മറികടക്കാനുള്ളതുമായ ഈ നോയമ്പ് കാലഘട്ടത്തിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള ഈ പ്രവചനങ്ങൾ നമുക്ക് ദൈവത്തിന്റെ മഹത്തായ ഉദ്ദേശത്തെ തുറന്നു കാണിക്കുന്നു. ഈ ഭാഗം നമ്മെ ഒരു ആഴത്തിലുള്ള ആഗ്രഹത്തിലേക്കും രക്ഷയ്ക്കായുള്ള നിലവിളിയിലേക്കും നയിക്കുന്നു. അതിന് മറുപടി നൽകുന്നത് മിശിഹായുടെ വരവിലാണ്. രക്ഷയ്ക്കായുള്ള നിലവിളി. ചരിത്രം മുഴുവൻ മനുഷ്യർ പാപത്തിന്റെ, അതിക്രമത്തിന്റെ, കഷ്ടപ്പാടുകളുടെ ഭാരത്തിൽ നിലവിളിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ പ്രവാസവും കഷ്ടതകളും അനുഭവിച്ചപ്പോൾ ഒരു രക്ഷകനായി ഒരു രാജാവിനെ കാത്തിരുന്നു. അവർ ന്യായവും സമാധാനവും പുനഃസ്ഥാപനം വരുത്തുന്ന ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ ദുഃഖത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയം രക്ഷയ്ക്കായി നിലവിളിച്ചു. നമ്മളും ഇന്നത്തെ ലോകത്തിൽ ഇതേ അവസ്ഥയിലല്ലേ? നമ്മുടെ ചുറ്റും നാം ഭിന്നത കാണുന്നു. യുദ്ധങ്ങൾ, അനീതികൾ, നൈതിക തകർച്ച, വ്യക്തിപരമായ സംഘർഷങ്ങൾ. ഈ കഠിനതകളെ അഭിമുഖീകരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആത്മാവുകൾ മോചനത്തിനും യഥാർത്ഥ സമാധാനം നൽകുന്ന ഒരു രക്ഷകനുമായി അടുക്കുന്നതിനും ആഗ്രഹിക്കുന്നില്ലേ? വരാനിരിക്കുന്ന രാജാവിന്റെ വാഗ്ദാനം ഇതാണ്. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 9-ാം വാക്യം ഈ നിലവിളിക്കുള്ള ഒരു മറുപടിയുടെ മനോഹരമായ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. സിയോൻ പുത്രി, അത്യന്തം സന്തോഷിക്കുക. യെരൂശലേം പുത്രി, തുടർന്ന് ഘോഷിക്കുക. നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ നീതിമാൻ, രക്ഷയുള്ളവൻ, സഹനശീലനും കഴുതക്കുട്ടിയുടെ കുഞ്ഞിന്മേൽ ത്വാരൂഢനുമായിരിക്കുന്നു. ഇവിടെ ദൈവം വരുന്ന മിശിഹായുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഒരു രാജാവിനെ പോലെ ശക്തനായ ഒരു യോദ്ധാവായി അല്ല, പക്ഷേ ഒരുമയോടെ, സമാധാനത്തോടെ ഒരു കഴുത കുട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന രാജാവായി അവൻ വരികയാണ്. ഈ പ്രവചനം 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം യേശു ഞായറാഴ്ച യെരൂശലേമിലേക്കുള്ള ഒലിവ് വൃക്ഷശാഖകളുടെ കൂന്താറിൽ പ്രവേശിക്കുമ്പോൾ അത് നിറവേറ്റപ്പെട്ടു. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അത് വെളിവാക്കുന്നു. അന്നത്തെ ജനങ്ങൾ ആർത്തുണർന്ന് പറഞ്ഞു, ഹോശന്ന, അതായത് ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ. അവർ യേശുവിനെ മോഹിച്ചിരുന്ന രാജാവായി കണ്ടു, രക്ഷയെ കൊണ്ടുവരുന്നവനായി കണ്ടു. പക്ഷേ യേശുവിന്റെ വിജയം രാഷ്ട്രീയ വിജയത്തിലോ സൈനിക ശക്തിയിലോ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രത്യയം ക്രൂശിലൂടെയാണ്. മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള നിലവിളിക്കുള്ള മറുപടി മറ്റു ജീവൻ കെടുത്തിയല്ല, മറിച്ച് തന്റെ ജീവൻ തന്നെയായിരുന്നു അവൻ ബലി കൊടുത്തത്. യേശുവിന്റെ രക്തം സമാധാനത്തിന്റെ നിയമം ഉറപ്പിച്ചു. നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ സമാധാനത്തിന്റെയും വിജയത്തിന്റെയും രാജ്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. മിശിഹായുടെ ആധിപത്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വിവരിക്കുന്നു. അവൻ ജനങ്ങൾക്ക് സമാധാനം തരികയും യുദ്ധത്തിന്റെ ആയുധങ്ങൾ ഇല്ലാതാക്കുകയും തന്റെ ജനങ്ങളെ സമൃദ്ധിയോടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈ ഭാഗം ക്രിസ്തുവിന്റെയും ആദ്യ വരവിനെയും സൂചിപ്പിക്കുന്നു. അതേസമയം അവൻ വീണ്ടും വരുമ്പോൾ നീതി നിറഞ്ഞ സമാധാന രാജ്യം പൂർണ്ണമായി സ്ഥാപിക്കും എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. നാം ഇപ്പോൾ പൂർണ്ണമായ മോചനത്തിനായി കാത്തിരിക്കുന്നവരാണ്.
നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും ഈ വാഗ്ദാനത്തിൽ നാം ഉറച്ചു നിൽക്കുക. അവരുടെ ദൈവമായ യഹോവ അന്നേ ദിവസം അവരെ തന്റെ ആട്ടിൻകൂട്ടം പോലെ രക്ഷിക്കും. അവർ കിരീടത്തിന്റെ രക്തങ്ങളെപ്പോലെയും ഭൂമിയിൽ പാറി മിന്നും. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഈ വചനത്തെ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് 3 രീതിയിൽ ജീവിക്കാം. 1. രക്ഷയുടെ ആവശ്യം അംഗീകരിക്കുക. ഇസ്രായേൽ ജനം മോചനം നേടിയതുപോലെ നാം നമ്മുടെ പാപഭാരം തിരിച്ചറിയുകയും ക്രിസ്തുവിന്റെ രക്ഷയുടെ കൃപയെ സ്വീകരിക്കുകയും വേണം. ഈ നോയമ്പ് കാലം പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള അവസരമാണ്. 2. ക്രിസ്തുവിന്റെ വിനയത്തിൽ അടങ്ങിയിരിക്കുക. നമ്മുടെ രാജാവ് ഒരു തകർപ്പൻ സിംഹാസനത്തിലല്ല, മറിച്ച് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയായിരുന്നു. ഈ വിനയത്തിന്റെ മാതൃക നാം നമ്മുടെ സഭയിലും സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെയും അനുഗമിക്കണം. അഹങ്കാരമൊഴിഞ്ഞ് സേവനത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാനുള്ള ദൈവത്തിന്റെ വിളി നാം സ്വീകരിക്കണം. 3. അവന്റെ വിജയത്തിൽ പ്രതീക്ഷയോടെ ജീവിക്കുക. കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ വരാമെങ്കിലും ക്രിസ്തു നമുക്ക് ജയം നേടി തന്നിരിക്കുന്നു. നാം അവൻ വീണ്ടെടുത്ത ജനങ്ങളാണ്. വിശ്വാസത്തിലും അനുസരണത്തിലും ജീവിച്ച് അവന്റെ തിരിച്ചുവരവനായി നമുക്ക് കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, രക്ഷയ്ക്കായുള്ള നിലവിളിക്ക് മറുപടി യേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് നമുക്ക് അവനെ യഥാർത്ഥ രാജാവായി തിരിച്ചറിയാം. നമ്മുടെ ഹൃദയങ്ങളെ അവനോട് പൂർണ്ണമായി സമർപ്പിക്കാം. ഇതാ, നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന വാഗ്ദാനം സത്യമാണ്. ആമേൻ.